ICC ചാമ്പ്യൻസ് ട്രോഫിക്ക് പിന്നാലെ ഇന്ത്യൻ ക്രിക്കറ്റ് താരങ്ങൾ IPLന്റെ തിരക്കിലേക്ക് കടക്കാൻ പോവുകയാണിപ്പോൾ. മാർച്ച് 22-നായിരിക്കും IPL പോരാട്ടങ്ങൾ ആരംഭിക്കുന്നത്. IPLനായുള്ള ക്യാമ്പുകൾ ഇതിനോടകം മിക്ക ടീമുകളും ആരംഭിക്കുകയും ചെയ്തിട്ടുണ്ട്. ഇപ്പോഴിതാ ഇന്ത്യയുടെ IPLലെ തിരക്കുകൾക്കിടയിലും ഇംഗ്ലണ്ട് ടെസ്റ്റ് പരമ്പരയ്ക്കുള്ള മുന്നൊരുക്കത്തിലേക്ക് ഇന്ത്യ കടക്കാൻ പോവുകയാണെന്നാണ് റിപ്പോർട്ടുകൾ സൂചിപ്പിക്കുന്നത്. IPLന് മുമ്പായി തിരഞ്ഞെടുക്കപ്പെട്ട ചില താരങ്ങളെ ഇന്ത്യ ടെസ്റ്റ് പരിശീലന ക്യാമ്പിൽ പങ്കെടുപ്പിക്കുമെന്നാണ് ലഭിക്കുന്ന വിവരങ്ങളും. ഇന്ത്യയുടെ കഴിഞ്ഞ ലോക ടെസ്റ്റ് ചാമ്പ്യൻഷിപ്പിലെ പ്രകടനം ശരിക്കും നിരാശപ്പെടുത്തുന്നതായിരുന്നു. ഓസ്ട്രേലിയയോട് ബോർഡർ ഗവാസ്കർ ട്രോഫി തോറ്റതും ന്യൂസിലൻഡിനോട് നാട്ടിൽ തോറ്റതുമെല്ലാം ഇന്ത്യയുടെ ഫൈനൽ സീറ്റ് എന്ന മോഹം നഷ്ടപ്പെടുത്തുകയും ചെയ്തിരുന്നു. അതിനാൽ തന്നെ വരുന്ന സീസണിൽ ഇന്ത്യയുടെ ടെസ്റ്റ് ടീമിൽ വലിയ മാറ്റങ്ങളാണ് പ്രതീക്ഷിക്കപ്പെടുന്നത്. ഇന്ത്യ ചില യുവതാരങ്ങളെ ഇംഗ്ലണ്ട് പരമ്പരയിലേക്ക് കൊണ്ടുവരാനും ആലോചിക്കുന്നുണ്ടെന്നാണ് റിപ്പോർട്ടുകൾ നിലനിൽക്കുന്നത്. ഇന്ത്യൻ ടീമിൽ വരുത്താൻ സാധ്യതയുള്ള പ്രധാന മാറ്റം ഓപ്പണിംഗിലാണ്. രോഹിത് ശർമ്മയാണ് നിലവിൽ ഇന്ത്യൻ നായകൻ. ഏകദിനത്തിൽ ഇന്ത്യക്കായി ഭേദപ്പെട്ട് നിൽക്കുമ്പോഴും താരത്തിന്റെ സമീപകാലത്തെ ടെസ്റ്റിലെ പ്രകടനങ്ങളെല്ലാം വളരെയധികം മോശമായിരുന്നു. അതിനാൽ ഇംഗ്ലണ്ട് പരമ്പരയിൽ ഇന്ത്യ രോഹിത്തിനെ പരിഗണിച്ചേക്കില്ലെന്നാണ് പുറത്തുവരുന്ന വിവരം. ജയ്സ്വാളിനൊപ്പം KL രാഹുലിനെ ഓപ്പണറായി ഇറക്കാനാണ് സാധ്യതകൾ കൂടുതലും. ഗില്ല് 3-ാം നമ്പറിലായിരിക്കും കളിക്കുക. രോഹിത് ശർമ്മയെ പുറത്താക്കുമ്പോൾ പുതിയ നായകൻ ആരാണെന്നതാണ് ഉയരുന്ന പ്രധാന ചോദ്യം. ലഭിക്കുന്ന റിപ്പോർട്ടുകൾ അനുസരിച്ച് ജസ്പ്രീത് ബുംറയ്ക്ക് കീഴിലായിരിക്കും ഇന്ത്യ ഇംഗ്ലണ്ട് ടെസ്റ്റ് പരമ്പര പ്രധാനമായും കളിക്കുക. രോഹിത്തിന്റെ അഭാവത്തിൽ ഇന്ത്യയെ ഓസ്ട്രേലിയയിൽ നയിക്കുകയും വിജയം നേടുകയും ചെയ്യാൻ ബുംറയ്ക്ക് കഴിഞ്ഞിരുന്നു. സ്റ്റാർ പേസറുടെ നായക മികവിൽ ഇന്ത്യക്ക് വലിയ പ്രതീക്ഷയാണ് നിലനിൽക്കുന്നത്. ഇന്ത്യയുടെ പ്രധാന പ്രശ്നങ്ങളിലൊന്ന് ശരിക്കും പേസ് ഓൾറൗണ്ടറുടെ അഭാവമാണ്. നിതീഷ് കുമാർ റെഡ്ഡി പ്രതീക്ഷ നൽകുന്നുമുണ്ട്. ഇന്ത്യൻ ടീമിനൊപ്പം വലിയ ഭാവി കൽപ്പിക്കപ്പെടുന്ന താരം കൂടിയാണ് നിതീഷ് കുമാർ. പക്ഷേ നിതീഷിനൊപ്പം മറ്റൊരു പേസ് ഓൾറൗണ്ടറെ കൂടി ഇന്ത്യക്ക് വളരെയധികം ആവശ്യമാണ്. പേസ് നിരയിൽ വലിയ മാറ്റങ്ങൾ ഒന്നും തന്നെ പ്രതീക്ഷിക്കാനുമാവില്ല. ജസ്പ്രീത് ബുംറ, മുഹമ്മദ് ഷമി, മുഹമ്മദ് സിറാജ്, ഹർദിക് റാണ കൂട്ടുകെട്ടാവും ഇന്ത്യ കൂടുതലും പരിഗണിക്കുക.